നമസ്കാരം. SV ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വീണ ടി എന്ന് പറയുന്ന ഒരു യുവതി, അതായത് മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയും അതോടൊപ്പം നമ്മുടെ പിണറായി വിജയൻ്റെ മകളും ഇന്ന് ED അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കുടുങ്ങാൻ പോകുന്നത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സിലെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇന്ന് ജീവനോടെയുള്ള ഉമ്മൻചാണ്ടി പോലും AK ആന്റണി പോലും ഈ രീതിയിൽ കംപ്ലീറ്റ് കരിമണൽ കർത്തയ്ക്ക് അടിയറവ് പറയുന്ന സമീപനം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും കരിമണൽ കർത്തയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിമണൽ കടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശം പകർന്നു നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ കോൺഗ്രസ്സുകാർ ചെയ്തത്. അപ്പോൾ കരിമണൽ കർത്തയിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെയാണോ, അല്ലെങ്കിൽ വെറും സ്നേഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ നേതാക്കന്മാർ, ഉമ്മൻചാണ്ടി ആണെങ്കിലും AK ആന്റണി ആണെങ്കിലും ഇതെല്ലാം ചെയ്തത്? ഒന്നുമല്ല. ഈ അന്വേഷണം വളരെ കൃത്യമായി നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, AK ആന്റണി കെണിയിലാവും. നമ്മുടെ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്ന പല നേതാക്കന്മാരും ഇക്കാര്യത്തിൽ പിടിയിലാവും. നമുക്ക് പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം സ്വകാര്യ മേഖലയ്ക്ക് ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം ആദ്യമായി നൽകിയത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാരായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിലേക്കും അതിനെ ചുറ്റിപ്പറ്റി പോകുന്നുണ്ട്. ഇതിനെ പിൻപറ്റി 2001 മുതൽ 2006 വരെ കാലഘട്ടത്തിൽ കേരളം ഭരിച്ച AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകളാണ് സംസ്ഥാനത്തിന് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ അനുമതി നൽകിയത്. സുനാമി ദുരന്തത്തിന് ശേഷം ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടും അവയെല്ലാം അവഗണിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയിലെ ഖനന തീരുമാനങ്ങളുമായി മുൻപോട്ട് പോകാനാണ് അന്ന് UDF സർക്കാർ ശ്രമിച്ചത്. അപ്പോൾ UDF സർക്കാർ, നമുക്കറിയാം, ഇത് നടന്നു, നമ്മുടെ ഏറ്റവും വലിയൊരു സുനാമി നടന്നു. ആ സുനാമിക്ക് ശേഷം നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശം എത്രത്തോളം കടുത്ത ആശങ്കയിലായിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ പോലും അതിനെ പോലും വകവയ്ക്കാതെയാണ് നമ്മുടെ കടപ്പുറം വിൽക്കാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ 2008 അധികാരത്തിൽ വന്ന LDF സർക്കാർ സ്വകാര്യ കരിമണൽ ഖനനത്തിനെതിരെ കർശന നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ കരിമണൽ കമ്പനികൾ കേന്ദ്ര മൈനിങ് വകുപ്പിനെ സമീപിച്ച് അപ്പീൽ നൽകിയപ്പോൾ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയും കരിമണൽ ലോബിക്ക് അനുകൂലമായ നിലപാടാണ് കൈക്കൊണ്ടത്. അതായത് ഇടത് സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം LDF ഇതിനെതിരെ ശക്തമായ ഒരു 2006 അധികാരത്തിൽ വന്നതിന് ശേഷം കരിമണൽ എടുക്കണ്ട എന്ന് പറയുന്ന ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇതിനെതിരായിട്ട് നമ്മുടെ ഈ പറയുന്ന കരിമണൽ കമ്പനികൾ മൈനിങ് വകുപ്പിനെ അപ്പീൽ നൽകി. അപ്പോൾ എന്ത് ചെയ്തു? അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, UPA സർക്കാരായിരുന്നു. അവരെന്ത് ചെയ്തു? ഈ പറയുന്ന ഇവർക്ക് കരിമണൽ ലോബിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായിട്ടും കേരളത്തിലെ LDF സർക്കാർ ഈ ഖനനത്തിന് വഴങ്ങിയില്ല. ഇതോടെ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ കരിമണൽ കമ്പനികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയുമുണ്ടായി. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മളോട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പറയുന്ന അതുകൊണ്ടാണ് പറയുന്നത്, കരിമണൽ കർത്തയിൽ നിന്ന് പണം വാങ്ങിയത് വീണ തൈക്കണ്ടിയിലാണ്. അപ്പോൾ ആ വീണ ശിക്ഷിക്കപ്പെടണം. 1.72 കോടിയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇത്രയും വലിയ പ്രോസസ്സ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. 2006 മുതലുള്ള കാലഘട്ടം, ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ 2001 മുതൽ 2006 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പിന്നീട് ഇവർ ഹൈക്കോടതിയിൽ വരെ, അതായത് നിങ്ങൾക്ക് കരിമണൽ ഖനനത്തിന് അനുമതിയില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി ഹൈക്കോടതിയെ സമീപിക്കാൻ വരെ ഈ കരിമണൽ ലോബി തയ്യാറായി എന്നുള്ളതാണ്. പിന്നീട് 2011 UDF വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ കമ്പനികൾക്ക് നൽകിയ ഈ കേസ് മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചു. അവിടെയാണ് ആ കേസ് തോറ്റുകൊടുത്തു. എങ്കിലും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധങ്ങൾ കാരണം വിചാരിച്ച രീതിയിൽ സ്വകാര്യ ഖനന തീരുമാനം നടപ്പിലാക്കാൻ അന്നത്തെ UDF സർക്കാരിന് സാധിക്കാതെ പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു ബഹുജന പ്രതിഷേധം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. 2016 LDF വീണ്ടും അധികാരത്തിലെത്തുകയും 2026 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് ഒരിടത്ത് പോലും സ്വകാര്യ ഖനനത്തിന് അനുമതി നൽകാതിരിക്കുകയും ചെയ്തു. 2023 കേന്ദ്ര സർക്കാർ മൈനർ മിനറൽ ലൈസൻസിംഗ് നിയമത്തിൽ കരിമണൽ ലോബിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ ഏറ്റവും ശക്തമായി എതിർത്തത് കേരളത്തിലെ LDF സർക്കാരായിരുന്നു. കേരളത്തിൻ്റെ ഔദ്യോഗികമായ എതിർപ്പിനെ പിന്തുടർന്നാണ് കേന്ദ്ര സർക്കാരിന് പിന്നീട് ആ നിയമ ഭേദഗതി പിൻവലിക്കേണ്ടി വന്നത്. കഴിഞ്ഞ 10 വർഷമായി കരിമണൽ ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്.
പൊതുമേഖല അധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴി എന്ന ആശയത്തെയാണ് അവസാനത്തെ LDF സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പാതയിൽ സ്വകാര്യവൽക്കരണത്തിലുള്ള നീക്കത്തിനാണ് ഈ ബജറ്റിൽ UDF സർക്കാർ ശ്രമിച്ചത്. റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ എന്ന ബജറ്റ് നിർദ്ദേശം കരിമണൽ ലോബിയുടെ താൽപ്പര്യപ്രകാരമാണ് എന്ന് വ്യക്തമാണ്. എക്കാലവും കരിമണൽ ലോബിയെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചത് UDF സർക്കാരുകളായിരുന്നു എന്നത് ഈ നാടിനറിയുന്ന യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിൽ UDF സർക്കാരുകൾക്കെതിരെ മുൻപ് ശ്രീ സുധീരൻ തന്നെ മുന്നോട്ട് വന്നതുമാണ്. ഇപ്പോൾ ഇതേ വിഷയത്തിൽ സ്വന്തം മുന്നണി സർക്കാരിനെ വിമർശിച്ചതിനെ ബാലൻസ് ചെയ്യാനുള്ള ശ്രമമായിട്ടായിരിക്കാം ചരിത്രവിരുദ്ധമായ പ്രസ്താവനകൾ സുധീരനിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ UDF എന്ന് പറയുന്ന ഒരു മുന്നണി ഇതിന് കെണിയിലാവുന്ന എല്ലാ അല്ലെങ്കിൽ UDFിലുള്ള കോൺഗ്രസ്സിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കെണിയിലാകുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാര്യം ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന് പങ്കുണ്ട്, AK ആന്റണി സർക്കാരിന് പങ്കുണ്ട്. അതിൽ എത്ര പേര് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം തെളിയിക്കപ്പെട്ടാൽ മതി. അപ്പം പിണറായി വിജയൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ കേന്ദ്രത്തിന് ഒരു നയം, ഇവിടെ സംസ്ഥാനത്തിന് വേറൊരു നയം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് 2011 ഇവിടെ UDF സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ കേസ്, അതായത് കരിമണൽ ലോബി നൽകിയിരുന്ന ഹൈക്കോടതിയിൽ നൽകിയിരുന്ന കേസ് അവിടെ മനഃപൂർവ്വം തോറ്റുകൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ 2011-16 അപ്പോൾ എന്താണ് കരിമണൽ ലോബിയിൽ നിന്നും നമ്മുടെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അകമഴിഞ്ഞ് ലഭിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും ഇവിടെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പം ഈ രീതിയിൽ പണം എല്ലാവരും വാങ്ങിയെടുത്ത് കയ്യിൽ വെച്ചിട്ടാണോ? നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, അന്ന് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടും പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന തരത്തിൽ ഒരു ഹരിത MLA-മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ VD സതീശൻ തന്നെ നമ്മുടെ പടിഞ്ഞാറൻ തീരത്തെ മുഴുവൻ സ്വകാര്യ ലോബിക്ക് വിറ്റ് തുലയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അപ്പോൾ ഈ നേതാക്കന്മാർക്കെല്ലാം ഈ കരിമണൽ കർത്തയിൽ നിന്നൊക്കെ എത്രത്തോളം പണം കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്, ഇനി അല്ലെ അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇനി വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാളിനെ മാത്രം ഫോക്കസ്ഡ് ആക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഈ പറയുന്ന CMRL എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടത്തിയ ഒരാൾ ഇവിടെ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. നമുക്കറിയാം കേന്ദ്രത്തിൻ്റെയും നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെയും തീരുമാനം എന്താണ്? ഇവിടെ കരിമണൽ ഖനനം നടത്തുക എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം. അപ്പോൾ കേന്ദ്ര സർക്കാരും അങ്ങനെ ഒരു തീരുമാനം നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കും വ്യക്തി കേന്ദ്രീകൃതമായി ഒരു കൊണ്ട് ചെന്നിട്ടൊരു കേസിനെ അങ്ങ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ വീണ തൈക്കണ്ടിയിൽ CPM-മായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ CPM പ്രവർത്തകരുമായിട്ടോ CPM നയങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു. ഇവിടെ എന്താ നടത്തിയത്? ഇവിടെ സംസ്ഥാന സർക്കാർ കരിമണൽ ഇവിടെ നിന്ന് കടത്താൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന തരത്തിൽ ഇവിടെ ബില്ല് അല്ലെങ്കിൽ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ബഡ്ജറ്റിലേക്ക് നിർദ്ദേശം കൊണ്ടുവരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഉള്ള കരിമണൽ ഇതൊരു സ്വകാര്യ ലോബിക്ക് തുരക്കാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒരു ലക്ഷ്യം. ഇവിടെ എന്ത് ചെയ്തു? അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണ്. ശരിക്കും പറഞ്ഞാൽ വീണ തൈക്കണ്ടിയിലും ഈ CMRL ഇതുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നത് പിണറായി വിജയൻ ഇവിടെ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അന്നതേ മുഖ്യമന്ത്രിയോ ഒന്നും അല്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇവിടെ വീണ തൈക്കണ്ടിയിൽ ഫോക്കസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ കടൽ തീരത്തെ അദാനി അടക്കമുള്ള CMRL കരിമണൽ കർത്ത അടക്കമുള്ളവർക്ക് ഇത് വിറ്റ് തുലയ്ക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണല്ലേ? ശരിക്കും പറഞ്ഞാൽ ED അന്വേഷണം വീണ്ടും നീങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ED അന്വേഷിക്കുന്നത്, ഇനി ആ ED അന്വേഷണം വീണ തൈക്കണ്ടിയിൽ തന്നെ അവസാനിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതല്ലാതെ UDFിലെ ഈ പറയുന്ന ആന്റണി അടക്കമുള്ള അതല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസിനകത്ത് ജീവിച്ചിരിക്കുന്ന പല നേതാക്കന്മാരിലേക്കും അന്വേഷണം നീളേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയിലേക്കും VD സതീശനിലേക്കും ഒക്കെ ഇനിയും വേണ്ടി വന്നാൽ നമ്മുടെ KC വേണുഗോപാൽ അടക്കമുള്ളവരിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട്. എങ്കിലേ ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.